ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു മണപ്പുറം സിവിൽ സർവീസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹൗ ടു അപ്രോച്ച് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ GS1 ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ ടോപ്പിക്കുകൾ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേൾഡ് ഹിസ്റ്ററി അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക് അല്ല വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാലും GS1 ഭാഗമായിട്ട് മെയിൻസിൽ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി. ഇതിൽ ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വേൾഡ് ഹിസ്റ്ററി എപ്പോഴും നമ്മൾ സിലബസ് കൺഫൈൻഡ് ആയിട്ട് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. വേൾഡ് ഹിസ്റ്ററി നമുക്കറിയാം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മുതലുള്ള പല എക്സാമിനേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പോലുള്ള ഇവന്റുകൾ പഠിക്കേണ്ടി വരും. പക്ഷേ UPSCയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ UPSC മെയിൻസിന് വളരെ സ്പെസിഫിക് ആയിട്ട് 18th സെഞ്ചുറി യൂറോപ്യൻ ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് വേൾഡ് ഹിസ്റ്ററി നമ്മൾ തുടക്കത്തിൽ അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ വേൾഡ് ഹിസ്റ്ററി എപ്പോഴും സിലബസ് കൺഫൈൻഡ് ആയിട്ട് മാത്രം പഠിക്കുക. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലത്തെ ഒരു ടോപ്പിക്കിൽ ആരംഭിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് മുതൽ 1990s കാലഘട്ടത്തിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR വരെയുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ പൊതുവെ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, വേൾഡിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ അല്ലെങ്കിൽ വേൾഡിലെ ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക്കൽ ഇംപ്രൂവ്മെന്റിനെ, എക്കണോമിക് ഡെവലപ്മെന്റിനെ ആ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ മാത്രമാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ, USSR, USA, കോൾഡ് വാർ, അതേപോലെ 2 വേൾഡ് വാറുകൾ, ഇതൊക്കെയാണ് ഒരു ഏരിയ ഓഫ് സിലബസ് എന്ന് പറയുന്നത്. അതായത് ലോകത്ത് നടന്നിട്ടുള്ള 18th സെഞ്ചുറിക്ക് ശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഹോൾ വേൾഡ് എന്നുള്ളതാണ്. അതല്ലാതെ വളരെ മൈന്യൂട്ടായിട്ട് നടന്നിട്ടുള്ള വളരെ ചെറിയ ഇൻഫ്ലുവൻസ് മാത്രമുള്ള ചെറിയ ഇവന്റുകളൊന്നും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതില്ല. പിന്നെ പഠിക്കേണ്ട മറ്റൊരു ഏരിയ ഓഫ് സിലബസ് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഐഡിയോളജീസ് ഒക്കെയാണ്. അതായത് കോൺസെപ്റ്റ് തിയറികളൊക്കെയാണ്. അതായത് കമ്മ്യൂണിസത്തിന്റെ ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യലിസം എന്താണ് ക്യാപിറ്റലിസം, അതേപോലെ കുറച്ചു കാലം കഴിയുകയാണെങ്കിൽ ഫാസിസം, നാസിസം പോലത്തെ ഐഡിയോളജി. സോ ഈ തരത്തിലുള്ള ഇസങ്ങളാണ് രണ്ടാമത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുള്ളൂ. അതായത് സിലബസ് കൺഫൈൻഡ് ആയിട്ട് മാത്രമേ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ എന്നാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് ജനറലിസ്റ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ UPSCയുടെ സിലബസിൽ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്ന ഒരു സിലബസ് ആണെങ്കിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു ജനറലിസ്റ്റിക് അപ്രോച്ചാണ് ആസ്പിരൻസ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത്, ഫ്രഞ്ച് റവല്യൂഷന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോവാതെ എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതിന്റെ ഒരു കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, അതുണ്ടാക്കിയിട്ടുള്ള എഫക്ട് എന്താണ്, അത് വേൾഡിലെ മറ്റ് റീജിയനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ആ തരത്തിൽ ഒരു ജനറലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ആസ്പിരൻസ് വേൾഡ് ഹിസ്റ്ററിയിൽ ഫോളോ ചെയ്യേണ്ടത്. അതല്ലാതെ പ്രിലിംസിന് കൂടുതലും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് സിലബസിൽ ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇത്തരം വേൾഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് നമുക്ക് ചിലപ്പോൾ സമയനഷ്ടം എന്നല്ലാതെ ഉപകാരപ്രദമായിക്കൊള്ളുന്നില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അതിന്റെ ഒരു ഇമ്പാക്ട് അറിയുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക, ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേൾഡ് വാർ 1, വേൾഡ് വാർ 2 പഠിക്കുന്ന സമയത്ത്, അതിന് കണ്ടംപററി ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്താണ്, ആ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് കുറച്ചുകൂടി ഉള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ ഇന്ത്യയിലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടികളുടെ ഗ്രോത്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽ മൂവ്മെന്റിന് എന്ത് ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കി കൊടുത്തത്, ആ ഒരു തരത്തിൽ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ട് ഇന്ത്യയിൽ നടന്ന ഇവന്റുകളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുക. രണ്ടാമത്തത്, ഒരു ജനറലിസ്റ്റിക് അപ്രോച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക്, ഫാക്ച്വൽ കാര്യങ്ങളിലേക്ക് അധികം പോവാതിരിക്കുക. അതേപോലെ മൂന്നാമത്തതാണ്, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടും അതേപോലെ കണക്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് കണ്ടംപററി ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ കൂടി, കണ്ടംപററി ആയിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഡെവലപ്മെന്റുകൾ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ അപ്രോച്ച്. ഇനി പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, നമ്മൾ ഏത് പുസ്തകങ്ങളാണ് വേൾഡ് ഹിസ്റ്ററിയിൽ ഫോളോ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NCERT തന്നെയാണ്. നമ്മുടെ ഓപ്ഷനിലല്ല ഞാൻ പറയുന്നത്, GS-ന് വേണ്ടി മാത്രമാണ്. അപ്പോൾ GS1 വേൾഡ് ഹിസ്റ്ററി സിലബസ് കവർ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഓതന്റിക്
ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് NCERT ആണ്. NCERTയിലെ +1 തീംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു പുസ്തകം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുസ്തകമാണ്. അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതോടൊപ്പം നമുക്ക് മാസ്റ്ററിംഗ് ഓഫ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം, നോർമൽ ലെവലിന്റെ പുസ്തകം, അത് നമുക്ക് ഫോളോ ചെയ്യാം. അതേപോലെ ഹിസ്റ്ററി ഓഫ് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന BV റാവുടെ പുസ്തകം, ഇതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പോവാതിരിക്കുക. സോ അതാണ് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാംസ്. താങ്ക് യു.